ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മുടെ ആറാമത്തെ സെഷനാണ്. കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക്ക് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിന് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഉണ്ടാവുക സാധാരണ 6 മാർക്കാണ് ടോട്ടൽ ചോദിക്കുക. അതിൽ മെജോറിറ്റി പേപ്പറും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്, ഞാൻ ഒരുപാട് പേപ്പർ ചെക്ക് ചെയ്ത് ഞാൻ പറയാറുണ്ടല്ലോ, അപ്പം ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് അതിൽ ഒരു കേസ് സ്റ്റഡി 2 MCQ ആണ് കാര്യമായിട്ട് ചോദിക്കുന്നത്. ഒരു കേസ് സ്റ്റഡി അത് 4 മാർക്ക്, പിന്നെ നമ്മളോട് ചോദിക്കുന്നത് 2 MCQ ആണ്. ഇതാണ് മെജോറിറ്റി പേപ്പറിലും വരുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ഒരു 2 മാർക്കും ഒരു 3 മാർക്ക്, ഒരു 2 മാർക്ക്, ഒരു 3 മാർക്ക്, ഒരു MCQ, ഇങ്ങനെ 6 മാർക്കും. കേസ് സ്റ്റഡി നിങ്ങൾക്ക് അറിയാലോ, 4 മാർക്ക്, അങ്ങനെ 2 MCQ. ഈ 2 ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഈ ഓപ്ഷനാണ്. പിന്നെ രണ്ടാമത്തെ ഇതാണ്. പിന്നെ ഒരു ഓപ്ഷൻ കണ്ടത് ചില പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് 2 മാർക്കും 2 MCQ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് പോസിബിലിറ്റീസ്. അപ്പൊ കേസ് സ്റ്റഡിക്ക് ചാൻസ് കൂടുതലാണ്, ഇതും കൂടുതലാണ്. ഇത് 1-2 പേപ്പറിൽ ഇങ്ങനെയും കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ തുടങ്ങുകയാണ്, ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഡിസ്റ്റൻസ് ഫോർമുല റിലേറ്റഡ് ആണ്, സെക്ഷൻ ഫോർമുല അല്ല. ഡിസ്റ്റൻസ് ഫോർമുല റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് x1 y1, ബി എന്ന് പറയുന്ന പോയിന്റ് x2 y2, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസസ് ആണ് നമ്മൾ ഫോർമുല വെച്ച് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസസ്, അതായത് ദ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി represented by AB, that is root of x2 minus x1 whole square plus y2 minus y1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. എല്ലാവർക്കും അറിയുന്ന ചേഞ്ച് ഇൻ എക്സ് വാല്യൂ സ്ക്വയർ പ്ലസ് ചേഞ്ച് ഇൻ വാട്ട് y value square. This is what we are calling distance formula. Change in x value square plus change in what y value square. This is what we are calling distance formula. ഇത് ഈ x2 മൈനസ് x1 പകരം സംടൈംസ് വി പീപ്പിൾ ആർ യൂസിങ് x1 മൈനസ് x2 ഉപയോഗിക്കാറുണ്ട്. രണ്ടും സെയിം ആണ്. കാരണം മനസ്സിലാക്കി വെക്കുക, 3 minus 1 is not the same as what 1 minus 3, but their squares is what always same. കാരണം എന്താ, സ്ക്വയേഴ്സ് is always what പോസിറ്റീവ് ആണ്. അപ്പൊ 3 minus 1 ഹോൾ സ്ക്വയറും 1 minus 3 ഹോൾ സ്ക്വയറും എന്റെ സ്ക്വയേഴ്സ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് തന്നെ വിചാരിക്കുന്നു. അപ്പം ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. മിക്കവാറും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. കേസിലേക്ക് ചോദിക്കുമ്പോൾ അതിന്റെ പാർട്ടായിട്ട് വരും എന്താണ് ഡിസ്റ്റൻസ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഒരു സിമ്പിൾ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട്, ചില ആൾക്കാർക്ക് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഡൗട്ട് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ പോകാം. അതല്ല പിന്നെ മൊത്തം പറയണമെങ്കിൽ അങ്ങനെയും പറയാം, നോ പ്രോബ്ലം. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോ ഞാൻ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വർക്ക്ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് അയച്ചിട്ടില്ല. 65 ക്വസ്റ്റ്യൻ വെച്ചിട്ട് കംപ്ലീറ്റ്ലി പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ. അത് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ചെയ്യേണ്ടത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. പ്രൂവ് ചെയ്യാൻ പറയും. This 3 vertices shows the 3 vertices തന്നിട്ടുണ്ടാവും. ഷോ ദാറ്റ് ദ ഗിവൺ പോയിന്റ്സ് മേക്കിംഗ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ. അപ്പൊ ഇക്വിലാറ്റർ ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ യു ഹാവ് ടു പ്രൂവ് ഓൾ സൈഡ്സ് ആർ വാട്ട് ഈക്വൽ. സെക്കൻഡ് കേസ് ദി ഇക്വിലാറ്റർ ട്രയാങ്കിൾ. സെക്കൻഡ് കേസ് പറയും ഐസോസിലസ് പറയും. ഐസോസിലസ് ആണെങ്കിൽ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് കാണിക്കാം. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് കൊളീനിയർ ആണ്. കൊളീനിയർ എന്ന് പറയുമ്പോൾ 2 സ്മോളസ്റ്റ് സൈഡ്. കൊളീനിയർ പറഞ്ഞാൽ കോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ലീനിയർ എന്ന് പറഞ്ഞാൽ ലൈൻ ആണ്, ഒരേ ലൈനിൽ കിടക്കുന്നത്. അതാണ് കൊളീനിയർ എന്ന് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. കൊളീനിയർ എന്ന് പറയുമ്പോൾ എല്ലാ പോയിന്റ്സും ഒരേ ലൈനിൽ കിടക്കുന്നത്, അതിനാണ് കൊളീനിയർ എന്ന് പറയുക. ഓൾ ദ പോയിന്റ്സ് ആർ ഓൺ ദി ലൈൻ, ദാറ്റ്സ് വാട്ട് വി ആർ കോളിംഗ് കൊളീനിയർ. ഓൾ ദ പോയിന്റ്സ് ആർ ഓൺ എ ലൈൻ, ദാറ്റ്സ് വാട്ട് വി ആർ കോളിംഗ് കൊളീനിയർ. കൊളീനിയർ ആണെങ്കിൽ 2 സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, ബിഗ്ഗസ്റ്റ് വൺ കിട്ടണം. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 2 smallest distance when you are adding you should get what the biggest one. അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊളീനിയർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ റെക്ടാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. എങ്ങനെ റെക്ടാങ്കിൾ പ്രൂവ് ചെയ്യാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങനെയും പറയും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ പറയണെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക.
പിന്നെ റെക്ടാംഗിൾ പ്രൂവ് ചെയ്യാൻ പറയണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ, ഡയഗണൽസും ഈക്വൽ എന്ന് പറയാം. സ്ക്വയർ പ്രൂവ് ചെയ്യാൻ പറയും. സ്ക്വയർ പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ സൈഡ്സ് ഈക്വൽ ആണ്, ഡയഗണൽസ് ഓൾസോ ഈക്വൽ. അങ്ങനെ കുറെ ടേംസ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച സംഭവങ്ങൾ ഇവിടെ വേണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി കൂടുതൽ ടൈം വേസ്റ്റ് ആക്കുന്നില്ല, തുടങ്ങാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. യൂസ് ഡിസ്റ്റൻസ് ഫോർമുല പ്രൂവ് ദാറ്റ് സർ കൊളീനിയർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ഡൗട്ട് ഉണ്ട് ചോദിക്കട്ടെ ആഫ്റ്റർ ദിസ്, നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ട. A31 B64 C86. യു വാണ്ട് ടു പ്രൂവ് ദിസ് ഇസ് വാട്ട് കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ കിടക്കുന്നത്. അത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടും ചെയ്യാം, സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഒരുപാട് വേല ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കൊളീനിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്ത് കാണുക വെച്ചാൽ ആദ്യം നിങ്ങൾ AB കാണാം, ഡിസ്റ്റൻസ് AB കാണാം. പിന്നെ ഡിസ്റ്റൻസ് BC കാണാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് AC കാണാം. എന്നിട്ട് ഇതിലെ 2 smallest one when you are adding you should get the largest one. Like that only we people are proving what collinear. What do you mean by? I'll tell you. First AB distance, that is AB square equal to, or AB equal to, distance formula AB ആണ്. AB equal to ഇതിന്റെ ഡിസ്റ്റൻസ് കാണാൻ ചേഞ്ച് ഇൻ എക്സ് വാല്യൂ, ദാറ്റ് ഇസ് വാട്ട് 6 minus 3 square plus 4 minus 1 square. സോ x2, ഈ എക്സിന്റെ ഡിഫറൻസ് സ്ക്വയർ ആൻഡ് വൈന്റെ ഡിഫറൻസ് സ്ക്വയർ. 6 minus 3 എന്ന് പറയുന്നത് 3 ആണ്. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 4 minus 1 3 ആണ് അതിന്റെ സ്ക്വയർ. ഒരു കാരണവശാലും ആഡ് ചെയ്യരുത്. ഇഫ് യു പീപ്പിൾ ആർ ആഡിങ് ദിസ് വൺ, കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആഡ് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിനെ 2 times എന്ന് എഴുതാം. 2 times 9 എന്ന് എഴുതാം. എന്നിട്ട് 9ന്റെ സ്ക്വയർ റൂട്ട് അറിയാം, 3√2. അപ്പൊ എ ബി എന്ന് പറയുന്നത് 3√2 ആണ്. അപ്പൊ എ ബി വി ഗോട്ട് വാട്ട് 3√2. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബി സി ആണ്. ബി സി എന്ന് പറയുന്നത് എന്താണ്? ബി സി എന്ന് പറയുന്നത് നോക്കിക്കോ, ബി സി എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് 8 minus 6 ഹോൾ സ്ക്വയർ പ്ലസ് 6 minus 4 ഹോൾ സ്ക്വയർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. 8 minus 6 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 6 minus 4 പറഞ്ഞാൽ 2 ആണ്. 2ന്റെ സ്ക്വയർ എത്ര? അതും 4 ആണ്. ഇവിടെ 2 പ്രാവശ്യം 4 ഉണ്ട്. സോ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2√2 ആണ്. 2√2. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2√2 ആണ്. ഓക്കെ, അപ്പം 4ന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? എ ബി കണ്ടു, ബി സി കണ്ടു. ഇനി നമ്മൾ എ സി കാണണം. ഇതാണ് എ സി. എ സി എങ്ങനെ കാണാം? എ സി 8 minus 3 ഹോൾ സ്ക്വയർ പ്ലസ് 6 minus, ഇത് ഓർഡർ എന്നൊരു പ്രശ്നമില്ല, ഏത് ഓർഡറിൽ നിങ്ങൾക്ക് കാണാം. 8 minus 3 എന്ന് 5 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. ഇതും 25 ആണ്. അപ്പൊ 2 പ്രാവശ്യം 25 ഉണ്ട്. അപ്പൊ 5√2. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഇതിലെ 2 സ്മോളസ്റ്റ് വൺ വെൻ യു ആർ ആഡിങ് യു ഷുഡ് ഗെറ്റ് ദ ബിഗ്ഗസ്റ്റ് വൺ. ഈ 2 ചെറുത് ഏതൊക്കെയാണോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് വൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? കൊളീനിയർ എന്ന് പറയാം. ഈ കേസിൽ നിങ്ങൾക്ക് അറിയാം ഇത് കൊളീനിയർ ആയിട്ടുണ്ട്, കാരണം 2 സ്മോളസ്റ്റ് വൺ യു ക്യാൻ ആഡ്. When you are adding, you will get the biggest one. So please write up to you. Anybody have any doubt to let me know. This what I did. And the worksheet, any question you can ask to clear, because majority people will have idea about each and every question. So doubt ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പം ഇവിടെ here what you can write here, AB plus BC എന്ന് പറയുന്നത് 3√2 2√2 ആഡ് ചെയ്ത് എത്ര കിട്ടും? 5√2 കിട്ടും. അത് എന്തിന് ഈക്വൽ ആണ്? എ സിക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഇസ് വാട്ട് എ സി. അത് എ സിക്ക് ഈക്വൽ ആണ്. എ സിക്ക് ഈക്വൽ ആണ്. അത് എ സി. Therefore the given points are collinear. For the given points are what? Collinear. Therefore the given points are collinear. ഇനി ചോദിച്ച ചോദ്യം 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് 13th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ക്ലാസ് ക്വസ്റ്റ്യൻ ആണ്. ഇയർ എഴുതിയിട്ടില്ല എന്നുള്ളൂ. ഇയർ എഴുതിയ വർക്ക്ഷീറ്റ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യും. കുറെ പേര് പ്രീ ബോർഡൊക്കെ ആയിട്ട് നടക്കാമെന്ന് തോന്നുന്നു.
ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് കൊളീനിയർ ഒരു ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിനാണ് ചോദിക്കാറ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി മീഡിയൻ ത്രൂ ദ വെർട്ടെക്സ് എ ബി. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരക്കണം നിങ്ങൾ. ഒരു ട്രയാങ്കിൾ വരക്കാം, എങ്ങനെയെങ്കിലും ഒരു ട്രയാങ്കിൾ വരക്കാം. എന്നിട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താന്ന് അറിയണം. മീഡിയൻ എന്ന് പറഞ്ഞാലേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിന്റെ മിഡിലേക്ക് വരുന്നതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എപ്പോഴും ഇതിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ട്രയാങ്കിൾ എ ബി സി ആണ്. അപ്പം എ ബി സിയിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ ത്രൂ ദ വെർട്ടെക്സ് ബി ആണ്. അപ്പൊ ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. ഇതാണ് നമ്മുടെ മീഡിയൻ. ഈ മീഡിയന്റെ ലെങ്ത് ആണ് ചോദിച്ചത്. ത്രൂ ദി വെർട്ടെക്സ് ബി ഇതിന്റെ ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പൊ മീഡിയൻ എപ്പോഴും ഇതിന്റെ സൈഡിന് എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ തേർഡ് വണ്, എല്ലാ കോർഡിനേറ്റും ചെയ്ത A92 ആണ്. A92, B37, B37, C110. അപ്പൊ നമുക്ക് കാണേണ്ടത് ബി പി എന്നുള്ള മീഡിയൻ ആണ്. അപ്പൊ മീഡിയൻ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ട്രയാങ്കിൾസിൽ ഒരുപാട് സ്ഥലത്ത് മീഡിയം വരുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് ട്രയാങ്കിൾസിന്റെ ക്വസ്റ്റ്യൻ തന്നെ മെയിൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ മീഡിയൻ റിലേറ്റഡ് ആണ്. മീഡിയൻ എന്ന് പറയുന്നത് ഈ ബിയിൽ കൂടെയുള്ള മീഡിയൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബൈസെക്ട് ദ സൈഡ്. സോ ഫസ്റ്റ് വി ഹാവ് ടു use the midpoint formula. I hope everybody knows the midpoint formula. Midpoint formula actually next session only, section formula. Anyway, we can use you. After drawing the diagram, in figure BP is the median. 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 Therefore, P is the midpoint of AC. Therefore, P is the midpoint of AC. Therefore, P is midpoint of AC. In figure, BP is the median. Therefore, P is the midpoint of AC. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യണം. എന്താ മിഡ് പോയിന്റ് ഫോർമുല? മിഡ് പോയിന്റ് ഫോർമുല ഐ ഹോപ്പ് എവരിബഡി നോസ്. മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് വാല്യൂ ഇതിന്റെ എക്സ് വാല്യൂ ആഡ് ചെയ്യാം ബൈ 2. അതുപോലെ സെൻട്രോയിഡ് ഒക്കെ ചോദിക്കുന്ന കേട്ടോ, ശ്രദ്ധിച്ചോണ്ട്. ആരെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത സെഷനിൽ. ഇത് 5 വരും, ഇത് 6 വരും. ഇതാണ് മിഡ് പോയിന്റ്. ഇനി ഇതിന്റെ ലെങ്ത് കാണേണ്ടത്. ഇതിന്റെ ലെങ്ത് കാണാൻ വാട്ട് വി ഹാവ് ടു യൂസ്? വി ഹാവ് ടു യൂസ് ഡിസ്റ്റൻസ് ഫോർമുല, length of BP. Okay, so 5, 6 we got. I applied midpoint formula. Next line. Next line. Therefore, length of the median BP, length of the median BP, length of the median BP, root of 5 minus 3 whole square plus 6 minus 7 whole square. ആ 5 minus 3 എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. ഇത് റൂട്ട് 5 യൂണിറ്റ് ആണ് ലെങ്ത് ഓഫ് ദി യൂണിയൻ മീഡിയൻ വരിക. റൂട്ട് 5 യൂണിറ്റ് ആണ് വരിക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് ദാറ്റ് വൺ. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ 13th ആണ്. 13th ചോദിച്ച് അതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 13th ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. എന്താണറിയോ,
ഞങ്ങളോട് കുറച്ച് കാര്യം പറഞ്ഞിരുന്നു. ഈ ഒരു സംഭവം ഇവിടെ നിർബന്ധമാണ്. 3 minus 1 not same as 1 minus 3, but their squares will be same. കാരണം 3 minus 1 ആണ് 2 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. 1 minus 3 ആണ് -2 ആണ്, -2ന്റെ സ്ക്വയർ എന്താ 4 ആണ്. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. a minus b ഹോൾ സ്ക്വയർ സെയിം ആസ് വാട്ട്? b minus a ഹോൾ സ്ക്വയർ. മറക്കരുത്, a minus b ഹോൾ സ്ക്വയറും b minus a ഹോൾ സ്ക്വയർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അത് മറക്കരുത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ കളികൾ വരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13th വണ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചോളൂ, എന്നിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. മിഡ് പോയിന്റ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, മാർക്ക് കിട്ടൂല. ഇക്യു ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റന്റും സെയിം ആണ്. ബൈ മിസ്റ്റേക്ക്ലി ഡോണ്ട് യൂസ് മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് വി ക്യാൻ യൂസ് ഓൺലി വെൻ ഇറ്റ് ഈസ് കൊളീനിയർ. ഇക്യു ഡിസ്റ്റന്റ് ക്വസ്റ്റ്യൻ നമ്പർ 13th വൺ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. അതിന്റെ കോർഡിനേറ്റ് a പ്ലസ് ബി കോമ ബി മൈനസ് എ. ഈ കോർഡിനേറ്റ് ഞാൻ ബി എന്ന് വിളിച്ചു. a മൈനസ് ബി കോമ എ പ്ലസ് ബി. ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ. ഡയഗ്രാം വരച്ചു വെച്ചോളൂ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഡയഗ്രാം ഒന്ന് റെഡി ആയി നിന്നോളൂ. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ. പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. തോന്നുന്നു കുറെ പേര് ഇപ്പം ക്രിസ്മസിന്റെ ഇതില് പ്രീ ബോർഡ് എഴുതാൻ തോന്നുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. തൽക്കാലം നമുക്ക് ക്ലാസ് ഹോൾഡ് ചെയ്യാം, നോ പ്രോബ്ലം. കാരണം കുറെ പിള്ളേര് ആ ഒരു ഹാങ് ഓവറിലാണെങ്കിൽ വലിയ കാര്യമില്ല. ഓക്കെ, എ പ്ലസ് ബി ബി മൈനസ് എ മൈനസ് ബി എ പ്ലസ് ബി. ഇനി ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി. ശരിക്കും നോക്കിക്കോ. ഗിവൺ ദാറ്റ് PA equal to PB, better listen to me. The distance from P to A and the distance from P to B both are what? Same. പി എനെ ഞാൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഒരുപാട് ലെങ്തിയോ, ലെങ്തി ഒരുപാട് വാരി വലിച്ച് എഴുതിയ ടൈം ഉണ്ടാവില്ല. PA ഈക്വൽ ടു PB. എങ്ങനെ PA കാണുക? ഡിസ്റ്റൻസ് ചേഞ്ച് ഇൻ എക്സ് വാല്യൂ. അപ്പൊ എക്സ് ഞാൻ ആദ്യം എഴുതാണ്. എക്സ് മൈനസ് ബ്രാക്കറ്റ് നിർബന്ധമാണ് ഹോൾ സ്ക്വയർ പ്ലസ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാണ്ടോ, എഴുതരുത്. എക്സിന്റെ ഡിഫറൻസ് ഒന്നുകിൽ ഇത് മൈനസ് ഇത് മൈനസ് രണ്ടും എഴുതാം, ഒരു കുഴപ്പമില്ല. പിന്നെ വൈന്റെ ഡിഫറൻസ് എപ്പോഴും ലെറ്റർ ആദ്യം എഴുതാൻ ശ്രമിക്കാം. ബ്രാക്കറ്റ് നിർബന്ധമാണ്. ബ്രാക്കറ്റ് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ മൊത്തം പണി കിട്ടും. ഇതാണ് PA. വാട്ട് ഇസ് PB? സെയിം വേ PB യു ക്യാൻ റൈറ്റ് എക്സ് മൈനസ് ഓഫ് A മൈനസ് B ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ഓഫ് A പ്ലസ് B ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് രണ്ട് ഭാഗം റൂട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ എഴുതി പോരുത്. ഇവിടെ ചില ആൾക്കാരൊക്കെ ഓപ്പൺ ചെയ്ത് 9th സ്റ്റാൻഡേർഡ് റിസൾട്ട്, അതൊന്നും വേണ്ട. ഇതിനെ A എന്നും ഇതിനെ B എന്നും വിളിക്കാം. വാട്ട് ഇസ് A മൈനസ് ബി ഹോൾ സ്ക്വയർ? A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ. ഇതാണ് ഫസ്റ്റത്തെ എക്സ്പാൻഷൻ. A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ. അതേപോലെ രണ്ടാമത്തതും y സ്ക്വയർ മൈനസ് 2y ഇൻറ്റു B മൈനസ് എ പ്ലസ് B മൈനസ് എ ഹോൾ സ്ക്വയർ. രണ്ടാമത്തതും y സ്ക്വയർ മൈനസ് 2y ഇൻറ്റു B മൈനസ് എ പ്ലസ് B മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു ഇത് എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു A മൈനസ് B പ്ലസ് A മൈനസ് B സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്തു. ഞാൻ ഇത് ഇറേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇത് ക്ലിയർ ആക്കണം. വേറെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് y സ്ക്വയർ മൈനസ് 2y ഇൻറ്റു A പ്ലസ് B പ്ലസ് A പ്ലസ് B സ്ക്വയർ. ഇനി ക്യാൻസലേഷൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിവിടെ ഉപയോഗപ്പെടുത്തും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു A മൈനസ് ബി സ്ക്വയറും B മൈനസ് എ സ്ക്വയറും സെയിം ആണ്. സ്ക്വയർ വിൽ ബി സെയിം. അപ്പൊ നമ്മൾ ക്യാൻസലേഷൻ, കുറെ ആൾക്കാർ എന്തൊക്കെയോ കാണിച്ചത് കൊളാക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. എക്സ് സ്ക്വയർ രണ്ട് ഭാഗത്തും കട്ട് ചെയ്യാം. y സ്ക്വയറും കട്ട് ചെയ്യാം. A പ്ലസ് ബി ഹോൾ സ്ക്വയറും A പ്ലസ് ബി ഹോൾ സ്ക്വയറും കട്ട് ചെയ്യാം. പിന്നെ അടുത്ത് നമുക്ക് B മൈനസ് എ ഹോൾ സ്ക്വയറും A മൈനസ് ബി ഹോൾ സ്ക്വയറും കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു
ബി മൈനസ് സി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ സെയിം ആണെന്നുള്ള പറഞ്ഞിരുന്നു. ഇനി എന്താ ബാക്കിയുള്ളത്? മൈനസ് ടു എക്സ് ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ടു വൈ ഇൻറ്റു ബി മൈനസ് എ മൈനസ് ടു എക്സ് ഇൻറ്റു എ മൈനസ് ബി മൈനസ് ടു വൈ ഇൻറ്റു എ പ്ലസ് ബി. ഇത്രയും നിങ്ങൾ എഴുതി വെക്കൂ. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. പിന്നെ വെറുതെ എഴുതി പോയിട്ട് ടേക്ക് യുവർ ഓൺ ടൈം, നോ പ്രോബ്ലം. നിങ്ങൾ ടൈം എടുത്തിട്ട് ആലോചിച്ച് വൃത്തിക്ക് എഴുതിക്കോളൂ. കാരണം ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ -2. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മച്ച് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ട് ഭാഗത്തും -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് ഭാഗത്തും -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റൂട്ട് സ്ക്വയറിങ് അത് സ്ക്വയർ നിർബന്ധം ഒന്നും എഴുതണം, അങ്ങനെ ഒന്നും എഴുതേണ്ടില്ല. ഡയറക്റ്റ് റൂട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സ്ക്വയറിങ് ബോത്ത് സൈഡ്സിന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി രണ്ട് ഭാഗത്തും -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് ഭാഗത്തും -2 കോമൺ ആണ്. അപ്പൊ ഇവിടെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എ പ്ലസ് ബി മാത്രം ഉണ്ടാവും. ഇവിടെ പ്ലസ്, കാരണം -2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, മറക്കണ്ട, മൈനസ് പോവും. ഇവിടെ -2 കൊണ്ടാണ് ഡിവൈഡ്, മൈനസ് പോവും. ഇവിടെയും -2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, മൈനസ് പോവും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എ എക്സ് പ്ലസ് ബി എക്സ് ബി വൈ മൈനസ് എ വൈ എ എക്സ് മൈനസ് ബി എക്സ് എ വൈ പ്ലസ് ബി വൈ. ഇനി രണ്ട് ഭാഗത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റണേ ക്യാൻസൽ ചെയ്യാം. എ എക്സിനെ ക്യാൻസൽ ചെയ്യുക, കാരണം ഇത് പോസിറ്റീവ് ആണ്. പിന്നെ ബി വൈനെ ക്യാൻസൽ ചെയ്യാം. ഇനി ഒരേപോലുള്ള ടേം ഒക്കെ കൊണ്ടുവരാം. ഇവിടെ ബി എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് ബി എക്സ് ഉണ്ട്. വെൻ യു ട്രാൻസ്പോസ് ഈ ലെഫ്റ്റ് സൈഡ് ഇറ്റ് വിൽ ബി പ്ലസ് ബി എക്സ്. ഇവിടെ എ വൈ ഉണ്ട്, അവിടെ മൈനസ്, ഇത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പ്ലസ് എ വൈ. നിങ്ങൾക്ക് 2bx ഈക്വൽ ടു 2ay എന്ന് കിട്ടും. 2 and 2 you can cancel. So what you can see, bx equal to ay. This is what you want to prove, bx equal to ay. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ബി കെയർഫുൾ. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. കാരണം ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും. അവർക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനൊക്കെ ഡൗട്ട് ഉണ്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പോകുന്നേ പോകാനോ പോകും. സോ അപ് ടു യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ഡൗട്ട് ഉള്ളത് പറയുകയാണെങ്കിൽ ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഐ ഗോ ടു ദി സം അതർ ക്വസ്റ്റ്യൻ ഫ്രം ദിസ്. 16th ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. 16th ക്വസ്റ്റ്യൻ.
ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് അത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇഫ് യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻ ഡൗട്ട് ലെറ്റ് മീ നോ. 16th ക്വസ്റ്റ്യൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് 16th. Vertices of an equilateral triangle. Equilateral triangle ആണെങ്കിൽ all the sides must be what? Equal. I hope everyone finished this question. So triangle വരക്കൂ. 16th one. 16th one. So triangle. അതിന് ഞാൻ ABC എന്ന് വിളിച്ചു. ഈ കോർഡിനേറ്റ് AA ആണ്. ഈ കോർഡിനേറ്റ് -A ആണ്. ഈ കോർഡിനേറ്റ് -√3A +√3A ആണ്. ഇത്രയാണ് നമ്മളെ കോർഡിനേറ്റ് ഉള്ളത്. സോ we want to prove that it is what? Equilateral triangle. All the sides equal ആണെന്ന് കാണിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. What is AB? AB എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. What is AB? AB equal to root of -A whole square പ്ലസ് ഡിസ്റ്റൻസ് ഫോർമുല ബേസിക് അറിയാത്തവരുണ്ട് പറയാനുണ്ടോ? കാരണം ഇത് എങ്ങനെയാണ് ഇതാ വരുന്ന സ്ക്വയർ ഒക്കെ. വീണ്ടും -A ഹോൾ സ്ക്വയർ. -A എന്ന് പറഞ്ഞാൽ -2A ആണ്. -2A ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4A സ്ക്വയർ ആണ്. ഇവിടെയും 4A സ്ക്വയർ. അപ്പൊ ഇവിടെ 2 ടൈംസ് 4A സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതിൽ റൂട്ട് ഉള്ളത് 4ന് റൂട്ട് ഉണ്ട്, A സ്ക്വയറിന് റൂട്ട് ഉണ്ട്. 4ന്റെ റൂട്ട് എന്താ? 2 ആണ്. A സ്ക്വയറിന്റെ റൂട്ട് എന്താണ്? A ആണ്. അപ്പൊ 2A √2 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? AB എന്ന് പറയുന്നത് 2√2A ആണെന്ന് പറയാം. ഇതാണ് ഒരു സൈഡ്. We got the first side AB is what? 2√2A. If AB is 2√2A, everywhere you should get what? 2√2A. That's very important. ശ്രദ്ധിക്കുക. Everywhere we want to get to what? 2√2A. അത് മറക്കരുത്. AB 2√2A ആണെങ്കിൽ you want to get all the sides are what? 2√2A. നോക്കാം. തുടങ്ങാണ്. നെക്സ്റ്റ് BC. BC റൂട്ട് ഓഫ് -√3A പ്ലസ് എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതട്ടോ? നിങ്ങളെ ചോയ്സ് ആണ്. -√3A + A ഹോൾ സ്ക്വയർ. എന്താ കാരണം? ഇത് ദിസ് മൈനസ് ദിസ്. അപ്പൊ രണ്ട് മൈനസ് കമ്മിങ് ടുഗദർ ഇറ്റ് വിൽ ബിക്കം പ്ലസ് √3A + A ഹോൾ സ്ക്വയർ. കുറച്ച് പണി ഉണ്ടാവും. ഇത് ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മളിവിടെ A - B ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ആണ് വരിക. √3A സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3A സ്ക്വയർ മൈനസ്, ശരിക്കും നോക്കണം, വെറുതെ എഴുതി പോരുതൊന്നും, -2√3A ഇൻറ്റു A + A സ്ക്വയർ. ഇതാണ് ഫസ്റ്റത്തെ പാർട്ട് വരിക. കാരണം ഞാൻ A - B ഹോൾ സ്ക്വയർ മൈനസ് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് A - B ഹോൾ സ്ക്വയർ. ഇനി രണ്ടാമത്തത് √3A സ്ക്വയർ 3A സ്ക്വയർ ആണ്, +2 ഇൻറ്റു √3A ഇൻറ്റു A, ഫൈനലി A സ്ക്വയർ. ഇനി ക്യാൻസലേഷൻ നോക്കാം. ഇതും സെയിം ആണ്. ഇവിടെ 3A സ്ക്വയറും 3A സ്ക്വയറും 4A സ്ക്വയർ, ഇവിടെ 3A സ്ക്വയറും A സ്ക്വയറും, മൊത്തം 4A സ്ക്വയർ 2 പ്രാവശ്യം വരുന്നുണ്ട്. നേരത്തെ എത്തിയോടെ തന്നെ എത്തി. അതിന്റെ അർത്ഥം എന്താ? 2 ടൈംസ് 4A സ്ക്വയർ ഉണ്ട്. സോ വി റീച്ച് ദ സെയിം തിങ് ഹിയർ. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് വൺ? 2√2A. അപ്പൊ നമുക്ക് BC എന്ത് കിട്ടി? 2√2A എന്ന് കിട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഇവിടെ വി ഹാവ് ടു അപ്ലൈ A - B ഹോൾ സ്ക്വയർ ഇയർ A + B. ഇവിടെ ഒരു മൈനസ് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. A - B സ്ക്വയർ കാൽക്കുലേഷൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ബി കെയർഫുൾ. സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നിങ്ങൾ എന്ത് കാണണം? AC കാണണം.
അത് സെയിം ആവണം. ഓക്കെ, നോക്കാം. എ സി എ സി എ സി റൂട്ട് ഓഫ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുക. എ മൈനസ് മൈനസ് വരുമ്പോൾ എ പ്ലസ് ആവും. പ്ലസ് എന്തായാലും നിങ്ങൾ ഈ ചെയ്ത കാൽക്കുലേഷൻ തന്നെയാണ് ഇവിടെയും വരിക. നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് എ പ്ലസ് ബി ഹോൾ സ്കോറും എ മൈനസ് ബി ഹോൾ സ്കോറും ചെയ്യുമ്പോൾ ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ 2√2a എന്ന് കിട്ടും. ആ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തു നോക്കൂ, എന്തായാലും കിട്ടും. കാരണം നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് എഴുതിയതാണ്. സോ യു വിൽ ഗെറ്റ് ലൈക്ക് ദാറ്റ് ഓൺലി. So conclusion, AB equal to AB equal to BC equal to AC. Therefore, ABC is an equilateral triangle. Therefore, ABC is an equilateral triangle. AB equal to BC equal to AC. Therefore, ABC is an equilateral triangle. Okay, I hope everyone understood this one. ഇനി അത് അടുത്തത് പറഞ്ഞോളൂ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ഡൗട്ട് ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇതും ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കട്ടോ, ഇല്ലേ പിന്നെ ഞാൻ എൻ്റെ റൂട്ടിൽ പോവും. Question number seventh one. Question number seventh one. Show that the points are what? Vertices of a square. പലരും ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, സൈഡ് മാത്രമല്ല ഈക്വൽ, ഡയഗണൽസും ഈക്വൽ ആണെന്ന് കാണിക്കണം. ഡയഗണൽസ് ഈക്വൽ ആണെന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അത് വാട്ട് വിൽ ബിക്കം? ദാറ്റ് വിൽ ബിക്കം എ റോംബസ്. ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ, വി ആർ കോളിംഗ് റോംബസ്, നോട്ട് എ സ്ക്വയർ. Square means diagonals also must be equal. Question number seventh one. A17, B42, C -1 -1, D -4 ഇതാണ് സംഭവം. നിങ്ങൾ ഇത് ഫസ്റ്റ് എ ബി കാണൂ, ബി സി കാണൂ, സി ഡി കാണൂ, എ ഡി കാണൂ. എ ബി, ബി സി, സി ഡി ആൻഡ് എ ഡി. അത് കേട്ടോളൂ, എന്നൊരു വാക്യം പറയാം. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ വാട്ട് വി ആർ കോളിംഗ്, ഇറ്റ് ഇസ് എ സ്ക്വയർ. But sorry, rhombus. But in the case of square, diagonals also must be equal. So please carry on. എ ബി എത്ര കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും.
Okay, so you people have to find what is AB, BC, and CD. I think some people already done. Root AB 6. എല്ലാം പിന്നെ ഈ പിന്നെ സ്ക്വയർ ആണെങ്കിൽ എല്ലാം ഈക്വൽ ആയിരിക്കണം കേട്ടോ. സി എ ബി root of 4 minus 1 whole square പിന്നെ 2 minus 7 whole square 4 to 11 vertices 2 minus 7 whole square 2 minus 7 whole square 4 minus 1 ആണ് 3 ആണ് 3ന്റെ സ്ക്വയർ 9 ആണ് 2 minus 7 എന്ന് പറഞ്ഞാൽ 5 ആണ് 5ന്റെ സ്ക്വയർ 25 റൂട്ട് 34 ആട്ടോ വരിക റൂട്ട് 34 ആണ് എന്ത് വരിക എ ബി റൂട്ട് 34 വന്നാൽ ബാക്കിയൊക്കെ റൂട്ട് 34 വരണം ഇല്ലെങ്കിൽ പണി പാളും സോ നെക്സ്റ്റ് ബി സി minus 1 minus 4 whole square plus minus 1 minus 2 whole square minus 1 minus 4 minus 5 square is what 25 plus 9 that also root 34 calculation mistake ഉണ്ടാവരുത് ബി സി കണ്ടു ഇനി സി ഡി കാണും സി ഡിയും എ ഡിയും കാണും അത് നിങ്ങൾക്ക് സെയിം കിട്ടണം എല്ലാവരും നോക്കൂ How much is CD? How much AD? CD root of minus 1 plus 4 whole square minus 1 minus 4 whole square. Calculation mistake ഉണ്ടാവരുത് minus 1 plus 4 എന്ന് പറഞ്ഞാൽ 3 square 9 ആണ് and this is what 25 so root 34 so 9 plus 25 root 34 next AD 1 minus minus so 1 plus 4 whole square 7 minus 4 whole square 1 plus 4 whole square is what 25 plus 9 34 we got all what 34 root 34 so all the some people are what they are doing all the sides are equal so they are saying it is what it is a square no not like that once you showed all the sides are equal you must show diagonals also equal please find the AC and BD once you got update me AC and BD please update me AC and BD please update me AC and BD please update me AC and BD. Anybody tried AC and BD? It must be equal. If it is equal, only it will be a square. Otherwise, it will be a rhombus. Yeah, some people are saying Suresh and again told root 68 to say is correct only. So conclusion out right, I'll tell you AC equal to root of minus 1 minus 1 whole square plus minus 1 minus 7 whole square minus 2 square is what of 4
and this is what 64, so root 68. This is what AC. Then what about BD? BD is 4 minus minus or minus 4 minus 4 whole square plus 4 minus 2 whole square minus 4 for minus 8 square 64 plus 4 root 68. So diagonals also, if diagonals is not equal, we people are calling this shape is a rhombus. Okay. So rhombus diagonals need not be equal, so be careful. All the squares are rhombus, but all the rhombus are not squares. Be careful about that. Right on? Conclusion. Therefore, the sides AB equal to BC equal to CD equal to AD. Therefore, the sides AB equal to BC equal to CD equal to AD. And the diagonals, AC equal to BD. The sides are the kind diagonals AC equal to BD. Therefore, ABCD is a square. Therefore, ABCD is a square. Therefore, ABCD is a square. I hope it's clear. Now, any other doubt from this worksheet, let me know. This worksheet, if anybody have any doubt, if you're asked, I'll explain that one. We have only 10 more minutes. So anybody have doubts, let me know. Question number 14th one, trigonometry and coordinate geometry. Now this coordinate geometry, 9th standard one result you learn. I don't know whether you remember or not. A cube plus B cube plus C cube minus 3ABC equal to A plus B plus C into that result and coordinate geometry connected one question is there in section formula. Later I'll tell you. Now trigonometry and coordinate geometry related one question. 14th one. A cos theta comma 0. 14th question I'm doing. B 0 comma A sin theta. Then the question, find the distance between these points. That means we have to find AB. You try AB how much you're getting. Let me see how many of you are getting it. Just try. AB how much? Just use the formula. AB how much? Just see. If anybody got answer, let me know. Anybody got? രണ്ടുപേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേര് ഒരാൾ റൂട്ട് എ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എ എന്ന് പറഞ്ഞു. ഒന്ന് നോക്കിയാൽ കിട്ടും. റൂട്ട് ഓഫ് എ കോസ് തീറ്റ -0 ഹോൾ സ്ക്വയർ. പല ആൻസറുകളും വന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. പ്ലസ്
0 മൈനസ് എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. സീറോയുടെ ആഡ് ചെയ്താലും സബ്ട്രാക്റ്റിൽ ഒന്നും വരാൻ പോകില്ല. അപ്പൊ ഫസ്റ്റത്തെ വരിക എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. രണ്ടാമത്തെ മൈനസിന് സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? എ സ്ക്വയർ ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഒമച്ച് ദിസ് ഇസ് വാട്ട് 1 എ സ്ക്വയർ ഇൻറ്റു 1. അപ്പൊ റൂട്ട് എ സ്ക്വയർ വരിക. റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എ ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഇതാണ് ഇതിന്റെ ആൻസർ. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം. എ ബി ഈക്വൽ ടു എ എന്നാണ് ഇതിന്റെ ആൻസർ വരിക. നോക്കൂ, ട്രിഗണോമെട്രി യൂസ്ഡ് ഇൻ വാട്ട് ദിസ് വൺ. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് വിച്ച് ഇസ് ഇക്യു ഡിസ്റ്റൻസ്. എടാ ഇത് ശ്രദ്ധിക്കണം. ഇത് പല പേപ്പറിലും ഞാൻ കണ്ടിട്ടുണ്ട്, 8th ഉം 9th ഉം. റൈറ്റ് ഓൺ. We know that any point on the x-axis, we know that any point on the x-axis, we know that any point on the x-axis is of the form, we know that any point on the x-axis is of the form x0. അത് y-axis ആവണം എന്താവും? 0y ആവും. We know that any point on the x-axis is of the form x0. If it is y-axis, what will be? It will be 0y. ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്താ പറയുന്നത്? 8th ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് വിച്ച് ഇസ് ഇക്യു ഡിസ്റ്റൻസ്. അപ്പൊ എക്സ് ആക്സിസിലുള്ള പോയിന്റ് വാട്ട് വി ഹാവ് ടേക്കൺ ദിസ് വൺ. അത് ഇക്യു ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. എങ്ങോട്ട്? 2 - 5 അതിനെ എ എന്ന് വിളിച്ചു. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അതിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. -2 നാനോ. അങ്ങനെയാണെങ്കിൽ പോയിന്റ് കാണാനാ പറഞ്ഞ. ഡയഗ്രം വരച്ചു വെക്കാം. ഡയഗ്രം ബെറ്റർ ആണ്, നിങ്ങൾക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ബൈ മിസ്റ്റേക്കിൽ ഡോണ്ട് യൂസ് മിഡ് പോയിന്റ്, യു വിൽ ബി റോങ്. മിഡ് പോയിന്റ് അപ്ലിക്കബിൾ ഓൺലി വെൻ ഇറ്റ് ഷുഡ് ബി സ്ട്രേറ്റ്. തുടങ്ങാം. ഗിവൺ ദാറ്റ് പി എ ഈക്വൽ ടു പി ബി. പി എയും പി ബി ഈക്വൽ ആണ്. എന്താണ് പി എ? പി എ എന്ന് പറഞ്ഞാൽ x-2 ഹോൾ സ്ക്വയർ 0 + 5. എന്തുകൊണ്ടാണ് +5 വരുന്നത് നിങ്ങൾക്ക് അറിയാൻ, കാരണം അത് മൈനസ് ഇതാണ്. എക്സ് ഞാൻ ഫസ്റ്റ് എഴുതി, അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പാർട്ട് x+2 ഹോൾ സ്ക്വയർ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. റൂട്ട് ക്യാൻസൽ ചെയ്തു. ഇനി എക്സ്പാൻഡ് ചെയ്യാം. x-2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² - 4x + 4. 5ന്റെ സ്ക്വയർ എന്താ? 25. x+2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² + 4x + 4. -9ന്റെ സ്ക്വയർ 81. x²ഉം 4ഉം ക്യാൻസൽ ചെയ്തു. ഇനി എല്ലാ x ടേമും വി ഹാവ് ടു കീപ്പ് വൺ സൈഡ്, ആ നമ്പർ വി ഹാവ് ടു കീപ്പ് അതർ സൈഡ്. ഇവിടെ -4x ഉണ്ട്. -4x 81 - 25. ഇത് -8x ആവും. 81 25 പോയാൽ 56 ഉണ്ടാവും. ഇനി എക്സ് എന്ന് പറയുന്നത് 56/-8 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ -7 ആണ്. സോ റിക്വയർഡ് പോയിന്റ് എന്താ? റിക്വയർഡ് പോയിന്റ് വരിക -7,0 ആണ്. ഇതാണ് നമ്മളെ റിക്വയർഡ് പോയിന്റ്, -7,0. ഇത് ഇഫ് ഇറ്റ് ഇസ് y ആക്സിസ് ആവുകയാണെങ്കിൽ വാട്ട് വിൽ ബി? 0y എന്നാവും. y ആക്സിസ് വരികയാണെങ്കിൽ അത് എന്താവും? 0y എന്നാവും. ഐ ഹോപ്പ് ക്ലിയർ. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ സെഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഒരു 5th ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ അത്. ഇതിലൊരുവിധം എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷം ചോദിച്ചാട്ടോ. 5th ക്വസ്റ്റ്യൻ ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും പേപ്പർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ എവിടെയോ കണ്ടിരുന്നല്ലോ എന്നുള്ളത്. ഒരുവിധം എല്ലാ ക്ലാസ്സുകളും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും ഇവിടെ. ക്വസ്റ്റ്യൻ 5th വൺ. പ്രൂവ് ദാറ്റ് ആബ്സിസ ഓഫ് എ. ആബ്സിസ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വാല്യൂനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആബ്സിസ എന്ന് വിളിക്കുന്നത്. X value we are calling abscissa, Y value we are calling what? Ordinate. Abscissa of a point P is equidistant from the points with the coordinates. അപ്പൊ P എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞതാ. P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, XY എന്ന് വിളിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ 5th വൺ ആണ്. അതിൽ A എന്ന് പറഞ്ഞ പോയിന്റ് 7 1
ബി എന്ന് പറയുന്ന പോയിന്റ് 3, 5 ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടി അറിയോ? പ്രൂവ് ദാറ്റ് ആബ്സിസ് ഓഫ് എ പോയിന്റ് 2 മോർ ദാൻ ഇറ്റ്സ് ഓർഡിനേറ്റ് ആണ്. അപ്പൊ ആബ്സിസ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂലാണ് ആബ്സിസ എന്ന് പറയുന്നത്. ആബ്സിസ എന്ന് പറയുന്നത് 2 മോർ ദാൻ ഇറ്റ്സ് ഓർഡിനേറ്റ്, എക്സ് ഈക്വൽ ടു 2 + y എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എക്സ് വാല്യൂ വൈ വേനേക്കാളും 2 വാല്യൂ കൂടുതലാണ്. എക്സ് വാല്യൂ ആബ്സിസ ഇസ് ഈക്വൽ ടു 2 മോർ ദാൻ ദി ഓർഡിനേറ്റ്. അപ്പൊ ആദ്യം എഴുതിക്കോ, ലെറ്റ് പി എക്സ് വൈ ബി ദ പോയിന്റ്, ലെറ്റ് പി എക്സ് വൈ ബി ദ പോയിന്റ്, ലെറ്റ് പി എക്സ് വൈ സെഡ് ബി ദ പോയിന്റ്, let p x y z be the point which is equidistant from the point a and b, which is equidistant from the point a and b, which is equidistant from the point a and b. ഇത് നിങ്ങൾ പ്രൂവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അവർ വേറെ രീതിയിലാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. which is equidistant from the point a and b. to prove x equal to 2 + y, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. to prove x equal to 2 + y, to prove x equal to 2 + y, to prove x equal to 2 + y. Proof. Given that PA equal to PB, PA യും PB യും ഈക്വൽ ആണ്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാണ്. PA യും PB ഈക്വൽ ആണ്. അതേപോലെ പ്രൊസീജിയർ ഒന്ന് വെച്ച് ചെയ്ത് നോക്കിയാണ്. PA എന്ന് പറഞ്ഞാൽ എന്താ? √(x−7)². നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയോ പറയുക ചെയ്യണം, എന്നാലത് പിന്നെ എഫക്റ്റീവ് ആവുള്ളൂ. x−3² y−5² നിങ്ങൾക്ക് ചെയ്ത് പിന്നെ ചെയ്യാനുള്ള ടൈം തരണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ടൈം ലിമിറ്റിന്റെ വിഷയം കൊണ്ടാണ്, 1 മണിക്കൂറല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറെ നിങ്ങൾ ചെയ്യാം. അപ്പൊ x² - 14x + 49 y² - 2y + 1. കാരണം ഈ ചാപ്റ്റർ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റിനെ ഇന്നിപ്പോ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു ചാപ്റ്ററിന്. അത് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തീരൂല. അപ്പോൾ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പിന്നെ പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ ഞാൻ ഇതിനൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയാണ്, 4 പേജുള്ള. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് അറിയോ? 65 ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ചാപ്റ്ററിൽ ചെയ്യാൻ. 6 മാർക്ക് ഉണ്ടാവുക. ട്രിഗ്നോമെട്രിയിൽ 85 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ട്രിഗ്നോമെട്രി ഐഡന്റിറ്റി മാത്രം കേട്ടോ. ഈക്വൽ ടു x² - 6x + 9 y² - 10y + 25. ഇനി ക്യാൻസലേഷൻ, x² y² രണ്ട് ഭാഗത്തും വെട്ടി. വേറെ എന്തെങ്കിലും വെട്ടാണ്ടോ? വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ -14x + 6x, എക്സ് ഇവിടെ നിൽക്കട്ടെ, കാരണം നമുക്ക് ആൻസർ കിട്ടേണ്ട x = 2 + y അല്ലേ. ഇനി റൈറ്റ് സൈഡിൽ ആരുണ്ട്? 9 ഉണ്ട്, 25 ഉണ്ട്, -10y ഉണ്ട്. ഇനി ഇവരൊക്കെ പിടിച്ച് അങ്ങോട്ടിടുക. +2y ഉണ്ട്, -49 -1. ഈ +1 ഉം 14 ഞാൻ എന്തിനാ എങ്ങനെ എഴുതിയായിരുന്നു? നമുക്ക് കിട്ടേണ്ട x = 2 + y ആണ്. ഇനി സിംപ്ലിഫിക്കേഷൻ, -14 ഇത് വരിക -8x, -10y 2y -8y. ഇതെത്ര വരിക? 34. 34ന്ന് 50 പോകുമ്പോൾ -16 എന്ന് വരും. രണ്ട് ഭാഗത്തും -8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ x ഉണ്ടാവും, ഇവിടെ y ഉണ്ടാവും, y + 2. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 + y or y + 2. So x = this one, proved. This is what you want to prove. I hope today's session is over, and I think this is clear for you. Now more advanced questions and all will come in coming classes. I'll update you. Okay, that's all. Bye. Good night.